നമുക്ക് കുറച്ച് മീൻ പിടിക്കാൻ പോയാലോ? വളമീനാണ് കേട്ടോ. ദൂരേക്കൊന്നും പോകണ്ട, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ തൊട്ടടുത്തൊരു മീൻകുളം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മീൻകുളം. ഇതിന് മുമ്പിലത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവരൊക്കെ ഈ മീൻകുളവും കണ്ടിട്ടുണ്ടാവും. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള മീൻകുളമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ മീനുകൾ കിടപ്പുണ്ട്. റെഡ് തിലാപ്പിയുണ്ട്, വാളയുണ്ട്. റെഡ് തിലാപ്പിയ കുറച്ചേ ഉള്ളൂ കേട്ടോ. മെയിനായിട്ട് ഇതിനകത്ത് കൂടുതലും കിടക്കുന്ന വാളയാണ്. ഈ വെള്ളം ഓളം വെട്ടുന്ന കാണുന്നുണ്ടോ? അത് ഫുള്ള് ഈ മീനാണ് കേട്ടോ. മീനിങ്ങനെ വന്ന് ചോളം വിട്ടിട്ട് പോകണതാണിത്. കാരണം നമ്മൾ മീൻ പിടിക്കാൻ ചെല്ലുന്നു എന്ന് അവർക്ക് സൂചന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെയാണ് ഊളിയിട്ട് ഒരൊറ്റ പോക്കാണ്. ആരും പിന്നെ മുകളിൽ നിൽക്കത്തില്ല. അതുവരെ വെള്ളം അനങ്ങാണ്ട് കിടക്കുന്ന വെള്ളമാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് അടുത്ത് ചെന്ന് നമ്മുടെ അവർ കാലനക്കമൊക്കെ അറിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർ പെട്ടെന്ന് ഒരൊറ്റ വെള്ളം തുളുമ്പിച്ചിട്ട് അവിടെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് കുറച്ച് മീനിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്കൊരു 8 കിലോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 8 കിലോ വേണമെന്ന് പറഞ്ഞ കാരണം അപ്പോൾ ഏട്ടനത് പിടിക്കാനായിട്ട് നോക്കുന്നത്. നമ്മൾ അല്ലാതെ ഒന്ന് ചെന്നിട്ട് ചൂണ്ടിട്ട് പിടിക്കുക, അതൊന്നും പ്രായോഗികമല്ല. അപ്പോൾ നമ്മൾ വലയിട്ടിട്ട് തന്നെയാണ് കേട്ടോ മീൻ പിടിക്കുക. അപ്പോൾ നമ്മുടെ ചെല്ലണത് അറിഞ്ഞിട്ടോ എന്തോ മീൻ ആദ്യം എസ്കേപ്പായി. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വല വീശിയെങ്കിലും ഇത് മുഴുവൻ മീനൊന്നും അല്ല കേട്ടോ. ഇതിനകത്ത് കുറേ ചപ്പും ചവറും ഒക്കെ ഉണ്ടാവും. കാരണം ചുറ്റും മരങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുറേ ചപ്പും ചവറൊക്കെ അതിനകത്ത് വീഴും. ഈ പ്രാവശ്യം മീൻ നമ്മളെ പറ്റിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം പേരൊന്നും കയറിയില്ല. ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെല്ലുമ്പോൾ ഒറ്റ വീശിൽ തന്നെ കുറേ മീൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അവരെ നമ്മളെ പറ്റിച്ചിട്ട് അവർ മുങ്ങിയതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് അവർക്കറിയാം ഇങ്ങനെ നമ്മൾ ചെല്ലണം വരും. അപ്പോൾ അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീൻ പിടിക്കണമായതുകൊണ്ട് കൃത്യമായിട്ട് മീനിന് തന്നെ അറിയാം. അവർക്ക് നമ്മളെക്കായി ബുദ്ധിയുണ്ട്. ഇതാണ്ടോ ഈ പ്രാവശ്യം കുറച്ച് മീനുകൾ അവിടെ ഇട്ടോളാം. അതിൻ്റെ അകത്ത് വാള റെഡ് തിലാപ്പിയാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ നാടൻ തിലാപ്പിയുണ്ട്. അതിൽ ഇതിനകത്ത് ഇതുണ്ടോ, ഇത് നമ്മുടെ നാടൻ തിലാപ്പിയാണ്. പിന്നെ അത് കുറച്ചൊക്കെ അതിൻ്റെ അകത്ത് എടുക്കുള്ളൂ കേട്ടോ. അത് കൂടുതലും കിടക്കുന്നത് നമ്മുടെ വേറൊരു റിങ് ഉണ്ടാക്കിയൊരു കുളം കിടക്കുന്നുണ്ട്, അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ റെഡ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങൾ അതിനകത്ത് തന്നെ കിടന്ന് പെറ്റ് വരുന്നുണ്ട് കുറേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് വന്നിരിക്കുന്ന റെഡ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഉണ്ട്, അതുങ്ങളൊക്കെ പിടിച്ച് നമ്മളൊരു ബക്കറ്റിൽ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ വിടാറ്. അല്ല നമ്മൾ അതുങ്ങളെ കുഞ്ഞുങ്ങളല്ലേ, അതുങ്ങളെ നമ്മളൊന്നും ചെയ്യില്ല. അവരെ നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ വിടും. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ മീൻ ആദ്യത്തെ ഒരു വീശലിന് കുറച്ച് മീനേ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ മീനെ ഒന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വലയിൽ ഇത് കുടുങ്ങി വരും കേട്ടോ. അതിൻ്റെ ആ ഒരു ചെകിളയുടെ സൈഡിലൊരു ചിറക് പോലൊരു സാധനമുണ്ട്. അപ്പോൾ അത് ഈ വലയിലേക്ക് കയറി അങ്ങ് കൊളുത്തിട്ട് അത് അവരെങ്ങനെ കടിച്ച് പിടിച്ച മാതിരി അവിടെ ഇരിക്കും. അത് വിട്ടു പോരത്തില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും എടുത്തില്ലെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. സൂക്ഷിച്ച് കണ്ടെടുത്തില്ലെങ്കിൽ നമ്മുടെ വല കീറിപ്പോവും. കാരണം ഇതിൻ്റെ ആ ഒരു ഇതിന് ഭയങ്കര ബലമാണ്. ഒന്നുമില്ല ഇത് ഒടിച്ചിട്ട് ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ പ്ലെയറിനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെയൊക്കെയാണ് സാധാരണ ഇവിടെ ചെയ്യാറ്. അപ്പോൾ ആദ്യത്തെ വീശലിൽ നമുക്ക് മീൻ തികഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് 8 കിലോ ഒത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വേഗം ഒന്നോടെ ഒന്ന് വീശാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അവർ നമ്മളെ പറ്റിക്കുമെന്നറിയില്ല, എങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ അവിടെ ചെന്ന് വീശാനായിട്ട് വന്നപ്പോൾ കണ്ട ആ ഒരു സൈഡിൽ കണ്ട എല്ലാവരും കൂടെ പോയി ഒരു സൈഡിലോട്ട് പോയി കൂടിയേക്കുവാണേ. കുറേ മീൻ കിടക്കണ്ട. ആ വെള്ളം അങ്ങനെ ഓളം വെട്ടുന്നതൊക്കെ ഇവർ കിടന്ന് കഴിക്കുന്ന കേട്ടോ. അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. മീൻ പെട്ടെന്ന് പൊങ്ങി വന്നതാണ് പോകുന്നു ഒക്കെ കാണാം. ഒരുപാട് മീൻ അതിൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം സെയിൽ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ലോക്കലിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യക്കാർ പറയുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ പിടിച്ച് കൊടുക്കാറാണ് പതിവ്. ഇനിയിപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതിനെ അറിയില്ല, ഇത് ക്ലീൻ ചെയ്യാൻ അറിയില്ല എന്ന് പറയണം മാത്രം ഏട്ടനത് ശരിയാക്കി കൊടുക്കും. അല്ലാത്തവർക്കൊക്കെ നമ്മൾ ഫ്രഷായി ഇതുപോലെ തന്നെ പിടിച്ചിട്ടങ്ങ് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇതിന് ചുറ്റും നിറച്ച് മരങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ കുറേ ചപ്പൊക്കെ ചാടും കേട്ടോ. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഒരു തൊണ്ടി മരം, തൊണ്ടി എന്ന് വെച്ചാൽ അറിയാമായിരിക്കുമല്ലോ, ഒരു തൊണ്ടി മരം അതിൻ്റെ അടുത്ത് മുകളിലേക്ക് ചാഞ്ഞ് കിടക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നിറച്ച് കുമ്പളം കയറിയേക്കുക. അതിൽ നിറയെ കുമ്പളങ്ങയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിനൊക്കെ ഒരുപാട് കുമ്പളങ്ങ നമ്മൾ കൊടുത്തിരുന്നു. കാരണം ഏതാണ്ടൊരു 80 കിലോയുടെ മുകളിൽ നമ്മൾ ഈ പ്രാവശ്യം കുമ്പളങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിറച്ച് കുമ്പളങ്ങ കിടക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് അതേ മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇട്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ അതെ എല്ലാവരും മണ്ണിക്കരാണ്. കാരണം നമുക്ക് ഒരു ബോക്സിലൊന്നും ഇടാൻ പറ്റത്തില്ല. ബോക്സിൽ അങ്ങനെ എന്തെങ്കിലും ബക്കറ്റിലോ ഇട്ട് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ കിടന്ന് പിടക്കണ കാരണം തെറിച്ച് പുറത്ത് പോകും. അപ്പോൾ അത് റെഡ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങൾ കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ പിടിച്ച് ബക്കറ്റിലിടും, വെള്ളത്തിലിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ഇവരെല്ലാം തിരിച്ച് നമ്മളുകൊണ്ട് ആ മീൻകുളത്തിലേക്ക് തന്നെ വിടാറ് പതിവ്. അപ്പോൾ രണ്ടാമത്തത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് ചാടിച്ചിട്ടില്ല, ഇത് ചാടിക്കാൻ പോണു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുഞ്ഞുങ്ങൾ ചാടുന്നതിനൊക്കെ നമ്മൾ ആദ്യമേ പറക്കി മാറ്റുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ, ആദ്യത്തെക്കാളും കൂടുതൽ മീനിൻ്റെ അകത്തുണ്ട്. എന്തായാലും അവർക്കറിയാം, നമ്മൾ വീശാൻ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പോക്കാണ്, ഒരെണ്ണത്തിനെ പിന്നെ അവിടെ കാണത്തില്ല. അതുകൊണ്ട് എത്ര കുഞ്ഞുങ്ങളാന്ന് നോക്കിയാൽ എടുത്തില്ലാപ്പയുടെ അവരെയൊക്കെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ വിടും കേട്ടോ. പിള്ളേരല്ലേ, അവർ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മുടെ വാളകളെ എല്ലാത്തിനും ഇങ്ങനെ പിടിച്ചിട്ടേക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവർ കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് തെറിക്കും കേട്ടോ, ഭയങ്കരമായിട്ട്. അപ്പോൾ ഒരു ബോക്സിലോ ഒരു പാത്രത്തിലൊന്നും നമുക്ക് ഇടാനൊക്കത്തില്ല. അത് കുറേ നേരം അങ്ങനെ കിടന്ന് അതിൻ്റെ വലിയൊരു പിടക്കിലൊക്കെ അങ്ങ് നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തല്ലിക്കൊല്ലു കേട്ടോ. അതിനെ തല്ലിക്കൊല്ലാൻ തുടങ്ങുന്ന കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് വിട്ടു പോകും. പിന്നെ ഞാൻ ആ പരിസരത്തൊന്നും നിൽക്കത്തൊന്നുമില്ല. എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ചത്തുപോയത് കണ്ടാലും വിഷമമാണ്, അവർ കൊല്ലണ കണ്ടാലും എനിക്ക് വിഷമമാണ്. മീനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിസരത്തൊന്നും നിൽക്കത്തില്ല കേട്ടോ, ഞാൻ പോവും. ഇത് കണ്ട, ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പ്ലെയർ കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന, ഇല്ലെങ്കിൽ വല പോവും. നമ്മൾ ഈ മീൻ പിടുത്തമൊക്കെ കഴിയുമ്പോഴൊക്കെ നമ്മുടെ വലയുടെ ഫുള്ള് പണി തരും. വലയൊക്കെ നമ്മൾ കെട്ടിച്ചെടുക്കുന്നതാണ് കേട്ടോ, ഈ ഉണ്ടാക്കാൻ അറിയാവുന്നവരെ കൊണ്ട് ഉണ്ടാക്കിച്ചെടുക്കുന്ന വലകളാണിതൊക്കെ. അപ്പോൾ ഈ വേറെയും വലകളുണ്ട്, എങ്കിൽ പോലും നമുക്ക് ഇങ്ങനത്തെ മീൻ പിടിക്കാനായിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള വലയൊക്കെയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുക. അതുകൊണ്ട് എല്ലാവരും അവിടെ കിടന്ന് കുത്തിമറിയുന്നുണ്ട്. ഇനി നമുക്ക് ഇവന്മാരൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടൊന്ന് വൃത്തിയായിട്ടത് കുളിപ്പിച്ച് പറക്കി കുട്ടപ്പന്മാരൊക്കെ ആക്കിയിട്ട് വേണം കേട്ടോ നമ്മൾക്ക് അല്ലാതെ കൊടുക്കാനൊക്കെ ആയിട്ട്. കാരണം ഇവർ ഇങ്ങനെ അതോടുകൂടി വരയ്ക്കാത്ത നമ്മളിങ്ങനെ പുറത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ചെറുക്കിലാക്കും. അപ്പം നമ്മൾ എങ്ങനെ എത്ര പാത്രത്തിലിട്ട് വെച്ചെന്ന് പറഞ്ഞാൽ അവരെ അടുത്ത് കിടക്കത്തൊന്നും, എല്ലാം പുറത്തേ ആടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ഏകദേശം അവരുടെ വലിയ ചാട്ടമൊക്കെ അങ്ങ് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി സുന്ദരന്മാരാക്കി നമ്മൾ കൊടുക്കാൻ പരുവത്തിന് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കായിട്ടാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. 2 പേര് 4 കിലോ വീതം വെച്ചാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടനെ ഇതിനെ കൊന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഞാനിവിടുന്ന് മാറിപ്പോയതാണ്. അത് ചോര എടുക്കുന്നുണ്ടോ. അപ്പോൾ എനിക്കിതങ്ങനെ കാണാൻ അത്ര വലിയ ഇഷ്ടമുള്ള കേസൊന്നുമല്ല. അതുകൊണ്ട് ഞാനവിടെ നിന്ന് മാറിപ്പോയി. ഇത് നമ്മളോട് വിളിച്ച് പറഞ്ഞിരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇനി നമ്മൾ കൃത്യമായിട്ട് തൂക്കിയത് അവർക്ക് തന്നെ എത്തിച്ചു കൊടുക്കണം.